നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിലായാലും ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,631. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഒരു പോസിറ്റീവ് ഗ്രീൻ ക്യാനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളായാലും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യോ അതോ വലിയൊരു ഫാളിനുള്ളൊരു സാധ്യതയാണോ കാണുന്നത്? നമുക്ക് നോക്കാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ്, കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്, എങ്ങനെ ചെയ്താലാണ് നമുക്കൊരു പ്രോഫിറ്റബിളായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ കാണാത്തവരൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 24,300 ഹോൾഡ് ചെയ്താൽ നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് ക്ലോസിങ് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം, ഒരു ഗ്രീൻ ക്യാൻഡിൽ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് എക്സാക്റ്റ് ആയിട്ട് 24,300 ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 24,631 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ താഴെയാണ്, ഇപ്പോഴും സ്റ്റിൽ റെസിസ്റ്റൻസിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് 5 മിനിറ്റ് ഗ്രാഫാണ്. അതായത് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻട്രാഡേയിൽ യൂസ് ചെയ്യുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിക്കായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സപ്പോർട്ട് 24,600 അപ്പോൾ 24,600 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ 24,600 സപ്പോർട്ടിൻ്റെ അടുത്തൊന്ന് നിങ്ങളൊന്ന് ലൈനൊന്ന് വരച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടിയിരുന്നതെന്ന് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്ലാനും ശ്രദ്ധിക്കാം. 24,600 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഈ ഒരു ലെവലിൽ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. 24,672 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു എക്സാക്ട്ലി മാർക്കറ്റ് ഇന്നലെ നിലനിർത്തിയിരുന്നത്. അപ്പോൾ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ എക്സ്പയറി നിലനിർത്തുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പയറിനെ കുറിച്ച് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. എക്സ്പയറി 24,600 500 അതിൻ്റെ ഒരു മുകളിൽ നിലനിർത്താനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ. കാരണം ഈ ഒരു ലോവർ ലെവൽ വന്നാൽ അത് ബൗൺസ് ചെയ്യാനുള്ളൊരു സെൻറ്റിമെൻ്റിലാണ്. അതെന്തുകൊണ്ടാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം അത് കൃത്യമായിട്ട് ഒരു റൈറ്റ് സപ്പോർട്ടിൽ വരുമ്പോൾ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഈ ഒരു ലെവൽ വരുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, ഈ ഒരു ലെവൽ വരുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, ഈ ലെവൽ വരുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി. ഇവിടെ നമുക്കൊരു ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി വർക്കൗട്ട് ആവില്ല. കാരണം ഈ ഒരു സപ്പോർട്ട് ഒരു താഴത്തേക്ക് നിലനിർത്തിയാലാണ്, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഷോർട്ട് സെൽ ആക്റ്റീവ് ആവുള്ളൂ. അതേപോലെ തന്നെ ഹയർ ലെവൽ ഫർദർ ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 24,672 നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണത്. വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇതിൻ്റെ മുകളിൽ മാത്രമാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈര മൊമെൻറ്റം. അപ്പോൾ വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും നമുക്ക് ഈ ഒരു ട്രെൻഡ് നിലനിർത്തുമോ, ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ടൊരു സാധ്യതയുണ്ടോ, ട്രെൻഡ് ബൈയിലേക്ക് കടന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിലാണ് നമ്മൾ ലോങ് ടൈം വ്യൂരെ ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിനെ കുറിച്ച് നമുക്കൊരു ലോങ് ടൈം വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും ബൈയിലേക്ക് കടന്നിട്ടില്ല. നിഫ്റ്റി ബൈയിലേക്ക് കടക്കണമെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ, ഇപ്പോൾ വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും അതിൻ്റെ ഒരു മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിഫ്റ്റി 24,730 മുകളിലേക്കെങ്കിലും, അതായത് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കെങ്കിലും നിഫ്റ്റി ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. അതായത് ഞാനിവിടെ എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് എടുക്കാൻ പോകുന്നത് 24,705 അപ്പോൾ 24,705 മുകളിലേക്കെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് നിഫ്റ്റിയിൽ ഒരു ബൈയുടെ ഒരു മൊമെൻറ്റത്തിന്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ്. പക്ഷെ അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമുക്ക് 24,950 അടുത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് വരെയായിരിക്കും ഇതിൻ്റെ മുകളിൽ നിലനിർത്തി കഴിഞ്ഞാൽ 24,950 ആ ഒരു റെസിസ്റ്റൻസ് വരെയാണ് പോകാനായിട്ടൊരു സാധ്യത. ലോവർ ലെവലിലേക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ നമ്മൾ 24,300 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസിൽ. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്താലാണ് ഇനി ലോവർ ലെവൽ അടുത്തൊരു ലെവലുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. 24,300 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ നിഫ്റ്റിക്കായാലും 24,000 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട്, ഈ ഒരു ലെവലിലേക്കാണ്, 24,000 അടുത്തേക്കാണ് നിഫ്റ്റിക്ക് പിന്നെ ഒരു ചാൻസ് കാണുന്നത്. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുകൾ ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിയിൽ ചെയ്യേണ്ടത് നിഫ്റ്റിയിൽ ന്യൂട്രൽ ലെവലിൽ നിൽക്കുക, ഇൻട്രാഡേയിൽ
ബൈര ഓപ്പർച്യൂണിറ്റിയും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. നമ്മളൊരു പൊസിഷണൽ വ്യൂ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെൻറ്റം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ മൊമെൻറ്റം, അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് തരാൻ പറ്റില്ല. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ ക്ലോസ് ചെയ്യുക വേണം. എന്നാലാണ് നമുക്ക് ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇനി തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് റേഞ്ചിൻ്റെ ഇടയിൽ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ഓരോ ദിവസത്തെ ഒരു പ്ലാൻ അപ്ഡേറ്റ് ചെയ്യും. മാത്രമല്ല നിഫ്റ്റിയിലും നമുക്ക് ലോങ് ടൈം സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ 24,705 എന്ന് പറയുന്ന ഏരിയ, അതേപോലെ തന്നെ ഈ ഒരു ലെവലുണ്ട് 24,950 ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഈ രണ്ട് ഏരിയകളാണ് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് ഓരോ പ്ലാൻ നമ്മൾ നൽകുന്നത്. നമുക്ക് നിഫ്റ്റിയിലും ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. നിഫ്റ്റിയിലും ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ഈ അപ്രോച്ചിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഓപ്പണിങ്ങിൽ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തിലെ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ 600-ൻ്റെ അടുത്തുനിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി, 600-ൻ്റെ അടുത്തുനിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നിഫ്റ്റിയിലായാലും 600-ൻ്റെ മുകളിൽ ആണ് നമുക്ക് പൊസിഷൻ ബിൽഡ് ചെയ്തിരുന്നത്, 600-ൻ്റെ മുകളിലും അതേപോലെ തന്നെ നിഫ്റ്റി 24,700-ൻ്റെ താഴെ ഈ ഒരു ലെവലിൽ പൊസിഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലത്തെ കോൺട്രാക്റ്റ് ഫ്രൈഡേ നമുക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺഡേ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കിട്ടാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കൃത്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീക്കിലത്തെ കോൺട്രാക്റ്റ് ആയാലും നമുക്ക് ഏതൊരു ലെവലിലാണ് പൊസിഷൻ ബിൽഡ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് 24,600 സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു താഴെയാണ് ഒരു ക്യാൻഡിലെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൻ്റെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിനുശേഷമായാലും ലോവർ ലെവൽ സപ്പോർട്ട് 24,538, 525. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 525 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം വീക്ക്നെസ് വരണമെങ്കിൽ. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്താൽ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വീണ്ടും യൂട്ടിലൈസ് ചെയ്യാം. 24,500 തൊട്ട് താഴെയാണ് സപ്പോർട്ട് 24,495, 475. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 475, 495 റേഞ്ചിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ചെയ്യരുത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 475 താഴത്തേക്ക് വീണ്ടും ക്ലോസ് ചെയ്യണം. തിരിച്ച് 495-ൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. റൈറ്റ് ഓപ്പർച്യൂണിറ്റി റെസിസ്റ്റൻസിൻ്റെ മുകളിൽ പോയതിന് ശേഷം അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് തട്ടി തിരിച്ച് താഴത്തേക്ക് വരുമ്പോൾ ഇൻ കേസ് ശ്രദ്ധിക്കേണ്ട കാര്യം 24,600 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ആ ക്യാൻഡിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം കിട്ടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ ആക്ട് ചെയ്യേണ്ട, കാരണം ഞാനിത് പറഞ്ഞു തരാം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നത് 24,632 റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത്, പക്ഷേ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 602 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതായത് ഈ റേഞ്ചിൽ നമുക്കൊരു 2 സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾക്കത് മാനേജ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 24,632 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ബൗൺസ് ചെയ്യാനാണ് സാധ്യത. പക്ഷേ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം നല്ല ഓപ്പർച്യൂണിറ്റി 24,672 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇമീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 24,735 ടാർഗറ്റിൻ്റെ അടുത്തെത്തും. അതിനുശേഷം 735-ൻ്റെ മുകളിൽ വീണ്ടും സസ്റ്റെയിൻ ചെയ്താൽ 24,768 റെസിസ്റ്റൻസ്, 678 റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 24,820, 24,860 ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്തേക്ക് ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, 24,772 റെസിസ്റ്റൻസിൻ്റെ മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. കാരണം റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ്. അടുത്ത സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ, അതായത് 24,632 സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കണം. പ്രോഫിറ്റ് ബുക്കിംഗ് വരും. 24,602 ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ മാർക്കറ്റ് എവിടെയൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ തന്നെ നമുക്കൊരു പ്ലാൻ ചെയ്ത് വെക്കുക. കൃത്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ കിട്ടിയാൽ മാത്രം ഓപ്പർച്യൂണിറ്റി എടുക്കുക. കാരണം വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും 2-3 ദിവസത്തെ ഹോളിഡേ കഴിഞ്ഞ് വരുന്ന ഒരു മൂഡാണ് മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്